ഹലോ. വിശ്വനാഥൻ സൺസിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2026 ഏറ്റവും കൂടുതൽ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള മൂവീസിന്റെ ലിസ്റ്റിലുള്ള ഒരെണ്ണമാണ് വിശ്വനാഥൻ സൺസിന്റെ ട്രെയിലർ. ഞാൻ ഇതിനു മുമ്പ് ടീസർ വന്ന സമയത്തൊക്കെ ഞാൻ ഈ പൊതുവെ റിയാക്ഷൻ വീഡിയോ ചെയ്യാനൊരു ഗ്യാപ്പ് ഇടുന്നതിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രെയിലറോ ടീസറോ എന്തെങ്കിലും സാധനം ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി സാധനം ആദ്യം തന്നെ എടുത്തങ്ങ് കാണും. അപ്പോൾ ആദ്യം എടുത്ത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അപ്പം എനിക്കൊരു റിയാക്ഷൻ ഉണ്ടാവില്ല. അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് അങ്ങോട്ട് പോകും. പിന്നെ രണ്ടാമത് ഇവിടെ വന്നിട്ട് ചാനലിലിട്ടിട്ട് പിന്നെയും അതേ സമയത്ത് എനിക്ക് ആ റിയാക്ഷൻ കിട്ടണമെന്നില്ല. മനസ്സിലായോ? വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര പണിയാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്തവണ വിസ്താൻ സൺസിന്റെ ട്രെയിലർ വന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇത് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കാണാം. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജെന്യുയിൻ ആയിട്ടുള്ള എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല, ട്രെയിലർ ഒന്ന് കാണാം. ബാക്കിയൊക്കെ ട്രെയിലർ കണ്ടതിന് ശേഷം. என் பையனுக்கு பிஸ்கட் ஷூட்டிங் கற்றுக் கொடுக்குறேன். ஒலிம்பிக்ல கோல்டு மெடல் வாங்கணும். சார் நீங்க சஞ்சீவ் சார் தானே? நம்மளோட பணம் ஸ்டேட்டஸ் எல்லாமே நமக்கு கௌரவமா இருக்கணும், கர்வமா இருக்கக்கூடாது. அவளுக்கு மூணு நேரம் டிரான்ஸ்லேட் பண்ணி ஆகணும். அந்த பிஞ்சு உடம்புல இவ்வளோ பெரிய ஆப்ரேஷன் யாராவது டோனர் கண்டுபிடிக்காம we can pay. சான் பிரான்சிஸ்கோல எனக்கு ஒரு ஃப்ரெண்ட் இருக்கா. ஒரு தடவை மீட் பண்ணேன். ഉണ്ടായിരിക്കും മമ്മ. കൊള്ളാം, നല്ല ഇൻട്രോ. This is Maddie. சொந்தக்கார பொண்ணு. மதர்ஸ் டே ஃபாதர்ஸ் டே. பேபி சைட். பார்க்க அப்படியே ஒரு மாதிரி இருக்கா. சீட் ரொம்ப ஸ்ட்ராங்கா. Say it in your limits. വിജയ് സ്വാഗതം. വിജയ് രജനി. இது வரைக்கும் I've never been someone's responsibility. I saw you. ஒரு பையனை பத்தி நினைச்சாலே கூஸ் பம்ப்ஸ் வரும் தெரியுமா? திருட்டுத்தனமா அந்த காட்டுவார். அது எனக்கு வேணும்னு தோணுச்சு. അടയും താണ്ടിക്കുന്നതാണ്. மாட்டாதுன்னு சொன்னேன். இப்ப பாரு எவ்வளவு கஷ்டமா இருக்குன்னு. என்ன? All days over, Maddie. But I love you. Hey. Hey. நீ என்ன மிஸ் பண்ணுவியா? உங்க அப்பா என்ன மிஸ் பண்ணுவாரா? மனுஷங்க பெரியறது சண்டை போடுறதுனால இல்லைங்க, சண்டைக்கு அப்புறமா எப்படி பேசுறதுன்னு தெரியாததுனால தான். Delete. Delete it. I want you to move on. ஜெயிக்கிற வரைக்கும் நிற்க கூடாது. ஜெயிச்சதுக்கு அப்புறம் அதை பத்தியே பேசிட்டு இருக்க கூடாது. Friends, 540K, Corvette, Porsche, Back to the Future, DeLorean. இப்ப எதுக்கு சந்திரமுகி ஜோதிகா மாதிரி பிஹேவ் பண்ற? അതെ എനിക്ക് നല്ലൊരു ട്രെയിലർ ആയിരുന്നു അല്ലേ. ആക്ച്വലി എന്താ പറയുക, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഭയങ്കര ഭയങ്കര വയലൻസും ബ്ലഡ് ഷെഡും വെട്ടും കുത്തും ബഹളമൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു ഫാമിലി എൻ്റർടൈനർ ക്ലീൻ പടം വന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെന്നിരുന്ന് കാണുമ്പോഴത്തേക്ക് ഒരു സമാധാനം ഉണ്ടാവും. മറ്റു പടങ്ങൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, ഈ ജോണറിലുള്ള പടങ്ങൾ നമുക്ക് വേണം. ഇതിൻ്റെ അകത്ത് 2-3 സെൻറ്റൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, എന്താണ്, രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടാക്കുന്നതല്ല പ്രശ്നം, വഴക്കിന് ശേഷം അവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം. എന്ന് പറയുന്നത് ജയിക്കുന്നവർ നിൽക്കരുത്, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യരുത്. മോട്ടിവേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഓൺ ദ ഹോൾ ഇത് ഭയങ്കര രസമുള്ളൊരു ഫീൽ ഗുഡ് പരിപാടിയായിട്ട് തോന്നി. ഫോഴ്സ്ഡ് ആയിട്ടുള്ള സീൻസ് ഒന്നുമില്ല. ഇവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏജ് ഗ്യാപ്പുള്ള 2 ആൾക്കാർ തമ്മിലൊരു കെമിസ്ട്രി ഇതിൻ്റെ ഇടയിൽ വർക്കൗട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. ഇമോഷണൽ ഫാമിലി ഡ്രാമ പരിപാടി തന്നെയാണ് മോസ്റ്റ്ലി ഇതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ട്രെയിലറിൻ്റെ കട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. പിന്നെ ഈ പറയുന്ന മാതിരി ആളുകൾ ക്രേവ് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ മൂവീസ്. ഈവൻ ഞാനും പേഴ്സണലി ഇതുപോലത്തെ മൂവീസ് ക്രേവ് ചെയ്യുന്നുണ്ട്. ഈ ട്രെയിലറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷ്വൽസ് ഭയങ്കര രസമുണ്ട്. അതായത് ഭയങ്കര ഫ്ലാഷി ആക്കാനൊന്നും നോക്കുന്നില്ല അല്ലേ. വാമായിട്ടുള്ളൊരു കളർ പാലറ്റും അതിൻ്റെ ഫ്രെയിമിംഗ് ഒക്കെ ഭയങ്കര ക്ലീനാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനം തോന്നും. കൊള്ളാം.
ഒരു ഫീൽ ഗുഡ് പരിപാടിയായിരിക്കാം, ഇമോഷണലായിരിക്കാം, പോയിരുന്ന് കരയുകയൊക്കെ ചെയ്യാം. അതിൻ്റെ ഇടയിലുള്ള ആ ഒരു പിന്നെ ഈ പറയുന്ന പോലെ മ്യൂസിക് ആണെങ്കിലും ഭയങ്കര എന്താ പറയാ സീനിനെ ഓവർ പവർ ചെയ്യാൻ നോക്കാത്ത രീതിയിലുള്ള മ്യൂസിക് എന്ന് പറയില്ല. അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കേട്ടോ. കാരണം ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മ്യൂസിക് കൊണ്ട് എലിവേറ്റ് ചെയ്യുന്ന സീൻസ് ഉണ്ടല്ലോ. പക്ഷേ ഇത് സീൻ, മ്യൂസിക് ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോമ്പാറ്റബിലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇമോഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഇതിനകത്ത് വർക്കൗട്ട് ആവുന്നത്. ഇപ്പോൾ മമ്മീദേടെ ഇൻട്രോ കാണിക്കുന്നുണ്ട്. ഇൻട്രോ കാണിക്കുന്ന സമയത്ത് അത് തന്നെ നമുക്കറിയാം ആളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു എന്തോ ബിയർ ബോട്ടിൽ എന്തോന്ന് തോന്നുന്നു ആളുടെ കയ്യിലെന്തോ അടിച്ചിട്ട് പൂളിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അതാണ് ആളാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിന് വരുന്നത് കുട്ടിക്ക് വേണ്ടിയിട്ട്. പിന്നെ വരുന്നു കുട്ടിയുടെ അച്ഛൻ, അതായത് സൂര്യയുടെ ക്യാരക്ടറുമായിട്ടുള്ളൊരു കെമിസ്ട്രി ഒക്കെ കാണിക്കുന്നു. പിന്നെ ബോണ്ട് ബ്രേക്ക് ആവുന്നു. ഓവറോൾ എനിക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഭയങ്കര മാസ് മൊമെന്റ്സ് കൊണ്ട് ഓടാൻ സാധ്യതയുള്ള സിനിമയേക്കാൾ കൂടുതൽ ഇത് ഭയങ്കര എന്താ പറയുക റിലേഷൻഷിപ്സും ഇമോഷൻസും പിന്നെ ആ ക്യാരക്ടറൈസേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സിനിമയുടെ കോർ എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റൊരു മെമ്മറബിൾ മൂവി ആയിരിക്കും. നമ്മുടെ ഈ സിനിമ ഒരു കാതലൊക്കെ പോലെ തന്നെ ഭയങ്കര രസമുള്ളൊരു മൂവി ആയിരിക്കും. കഥ എന്താണെന്ന് വെച്ചാൽ ഒരു ബേസിക് പ്ലോട്ട് ലൈൻ നമുക്കിപ്പോൾ കിട്ടിയല്ലോ. കുട്ടിക്ക് വയ്യ, അപ്പോൾ കുട്ടിക്ക് ബോൺ മാരോ കൊടുക്കാൻ വരുന്ന ഒരാളായിട്ടാണ് മമിതയുടെ കഥാപാത്രം. ആൻഡ് ഷീ ഡെവലപ്സ് ആൻ ഇൻഫാച്യുവേഷൻ വിത്ത് സൂര്യ ക്യാരക്ടർ. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുകൾ അത് ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷണൽ കോൺഫ്ലിക്റ്റുകളായിരിക്കാം. ചില സമയത്ത് നമുക്ക് ഭയങ്കര ടച്ച് ആയിട്ട് തോന്നുന്ന സാധനങ്ങളായിരിക്കാം. അപ്പോൾ എന്താ പറയുക ഒരു എക്സ്ട്രീം മാസ് അടി ഇടി വെടി പുക പടങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടൊരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും ഇതെന്ന് തോന്നുന്നുണ്ട് എനിക്കിങ്ങനെ ട്രെയിലർ കണ്ടിട്ട്. എന്തായാലും ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ റിലീസ്. കൂടുതലൊന്നും പറയാനില്ല. നല്ല ട്രെയിലറായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞിട്ട്, ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റിൽ പറയണം. കാരണം രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാമല്ലോ. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. കാരണം എവ്രി പെർസ്പെക്റ്റീവ് മാറ്റേഴ്സ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.